കോഴിക്കോട് നിന്ന് വയനാടിനെ കണക്ട് ചെയ്യുന്ന താമരശ്ശേരി ചുരത്തിൽ ഉൾപ്പെടെ അനാവശ്യ യാത്രകൾ ഉൾപ്പെടെ ഒഴിവാക്കുക എന്ന് സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വയനാടിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നത്. നമ്മുടെ തത്സമയ വാർത്താ സംപ്രേക്ഷണം ഈ വൈകിയ വേളയിലും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അർജുൻ മട്ടന്നൂരാണ് ഇപ്പോൾ മേപ്പാടിയിലെ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ യഥാർത്ഥത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. വയനാട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ മഴയില്ല എന്നുള്ളതാണ് അർജുൻ ഈ നിൽക്കുന്നതിലൂടെ എനിക്ക് മനസ്സിലാക്കാനാകുന്നത്. നിലവിൽ അവിടേക്ക് ആളുകളുടെ ഒഴുക്ക് നിന്നിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിക്കുന്നില്ലല്ലോ. ബിനിൽ പറഞ്ഞത് തന്നെയാണ്. നിലവിൽ ഇവിടെ മഴ പെയ്യുന്നില്ല. അത് ഏറെ ആശ്വാസകരമാണ്. കാരണം ഇന്നലെ രാത്രി ഈ സമയത്തൊക്കെ തന്നെ വലിയ മഴയായിരുന്നു ഈ മേപ്പാടിയിലും ഈ പരിസരത്തും ചൂരൽമലയിലും അടക്കം പെയ്തുകൊണ്ടിരുന്നത്. ഈ നിർത്താതെ പെയ്ത മഴയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ ദുരന്തം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു ദിവസം കൂടി കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഈ രാത്രി കാര്യമായ മഴ ഇതുവരെ ഈ മേഖലയിൽ പെയ്യുന്നില്ല എന്നത് ആശ്വാസകരമാണ്. അതേസമയത്ത് ഈ വനമേഖലയിൽ മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ അവസാനിപ്പിക്കുകയും ഈ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ചൂരൽമലയിൽ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ സൈന്യവും NDRF-ഉം അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും അടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും അവിടെ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. ഇനി നാളെ രാവിലെ 7 മണിയോടെ മാത്രമായിരിക്കും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുക. നിലവിൽ ഇന്ന് ചെയ്യാൻ കഴിയുന്ന അത്ര കാര്യങ്ങൾ ചെയ്തു. അതായത് പരമാവധി ആളുകളെ ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി ചില റിസോർട്ടുകളിലും മറ്റും നിൽക്കുന്ന ആളുകൾ മാത്രമാണ് ആ മേഖലയിലുള്ളത്. അവർ അവിടെ സേഫ് ആയതുകൊണ്ട് തന്നെ തൽക്കാലം മാറുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ ചൂരൽമല മേഖലയിൽ നിന്ന് ഇന്ന് പകൽ കണ്ടെത്തിയ മൃതദേഹങ്ങളൊക്കെ തന്നെ ഇന്ന് ഏതാണ്ട് ഒരു 9:00 തന്നെ ഇത്തരത്തിൽ ആ പുഴ അതിസാഹസികമായി തന്നെ ഉദ്യോഗസ്ഥരടക്കം പുഴ മുറിച്ച് കടത്തി ഇക്കരയിലേക്ക്, അതായത് ഈ ചൂരൽമല ഭാഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ രാത്രി അവിടെ രക്ഷാപ്രവർത്തനം സാധ്യമല്ല എന്ന് തന്നെയാണ് സൈന്യമടക്കം പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് താൽക്കാലികമായി രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത്. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ഈ മേപ്പാടി പരിസരത്തൊക്കെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ കൂടുതലും സൂക്ഷിച്ചിരിക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും അതിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാളിലുമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്കൂളിലാണ് ഇപ്പോൾ താൽക്കാലികമായ ഒരു ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് നേരത്തെ സാനിയോ മനോമി വിവരങ്ങളടക്കം നൽകുകയും ചെയ്തത്. ഈ ക്യാമ്പിന് ചുറ്റുമായി തന്നെ നിരവധി സന്നദ്ധ സംഘടനകൾ, അവരുടെ വളണ്ടിയർമാരൊക്കെ തന്നെ, രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ ഇവിടെ സജീവമായി തന്നെ ഈ ദുരന്തത്തിൻ്റെ ഇരകളായവർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാനും അവർക്ക് വേണ്ട വസ്ത്രങ്ങളും എല്ലാം തന്നെ എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഭക്ഷണമടക്കം വിതരണം നടത്തുന്നുമുണ്ട്. രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് ഏതാണ്ട് ഒരു സന്ധ്യയ്ക്ക് ശേഷമാണ് ഈ മേഖലയിലേക്ക് എത്തിയത്. ആ സമയത്ത് തന്നെ നമ്മൾ കാണാമായിരുന്നു ഏതാണ്ട് മേപ്പാടി മുതൽ ഈ ചൂരൽമല വരെയുള്ള ഭാഗത്തൊക്കെ തന്നെ സന്നദ്ധ സംഘടനയും സന്നദ്ധരായി വന്ന വളണ്ടിയർമാരും ഒക്കെ തന്നെ നിൽക്കുകയായിരുന്നു. അവരൊക്കെ തന്നെ ഈ വാഹനങ്ങൾ ക്രമീകരിക്കാനും ആംബുലൻസുകൾക്ക് കൃത്യമായി പോകാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാമായിരുന്നു. അത് രാത്രി വൈകിയും അവർ തുടരുന്നുമുണ്ട്. നിലവിൽ അവിടെ നിന്ന് കൂടുതൽ ആളുകളെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ റോഡിൽ ഗതാഗത പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. വൈകുന്നേരമൊക്കെ തന്നെ ഈ ഭാഗത്തേക്കുള്ള റോഡ് പൂർണ്ണമായും അടച്ചുകൊണ്ട് ഇത്തരത്തിൽ പരമാവധി ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട വാഹനങ്ങൾ മാത്രം അങ്ങോട്ടേക്ക് വിട്ടുകൊണ്ടായിരുന്നു ഈ നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. പല ജില്ലകളിൽ നിന്നൊക്കെ തന്നെ രക്ഷാപ്രവർത്തകർ ഇത്തരത്തിൽ നിരവധി വാഹനങ്ങളിൽ ഭക്ഷണവും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ ൊക്കെ തന്നെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ കാണാമായിരുന്നു. നിരവധി വാഹനങ്ങളിൽ, അത് പാലക്കാടും തൃശ്ശൂർ, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്നൊക്കെ തന്നെ നിരവധി ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. കണ്ണൂർ അടക്കമുള്ള ജില്ലകളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. ഇവരൊക്കെ തന്നെ ഈ സന്നദ്ധ സംഘടനകളായി അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി എത്തിച്ചേരുന്നവരാണ്. ഇത്തരത്തിൽ നിരവധി ആംബുലൻസുകളും ഈ മേഖലയിലേക്ക് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് അടക്കം രക്ഷാപ്രവർത്തകർ അതോടൊപ്പം തന്നെ ആംബുലൻസുകളൊക്കെ തന്നെ ചേർന്നു. മാത്രമല്ല ഇപ്പോഴും നിരവധി വാഹനങ്ങൾ, ആംബുലൻസുകളൊക്കെ തന്നെ ഈ പല മേഖലകളിൽ നിന്ന് ഈ മേപ്പാടി ഭാഗത്തേക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകൾ വരരുത് എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം അടക്കം നൽകുന്നുമുണ്ട്. എങ്കിൽ പോലും
ഈ രക്ഷാപ്രവർത്തനം സുഗമമാക്കാൻ, ഇത് വേഗത്തിലാക്കാൻ വേണ്ടി ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ഒറ്റ മനസ്സോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ ദുരന്തമുഖത്ത് നമ്മൾ കാണുന്നു. നേരത്തെ ഈ പുത്തുമലയിലടക്കം ദുരന്തമുണ്ടായപ്പോഴും സമാനമായ സാഹചര്യമായിരുന്നു. ഈ പുത്തുമലയിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ ചൂരൽമലയിലേക്ക് ഉള്ളത്. ഈ ചൂരൽമലയിലെ ഇപ്പോൾ ദുരന്തം സംഭവിച്ച ഈ മേഖലയിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈ മുൻപ് പുത്തുമലയിലുണ്ടായ ദുരന്തത്തിനിടെ അവിടെയുള്ള ചില അവശേഷിപ്പുകളടക്കം നമുക്ക് അവിടെ കാണാം. ഈ മേഖലയിലൂടെ തന്നെ വേണം ഈ ചൂരൽമല എന്ന് പറയുന്ന ഈ ഭാഗത്തേക്ക് എത്താൻ. ഏതാണ്ട് 400-ലധികം കുടുംബങ്ങളാണ് ഈ ചൂരൽമലയിലും ഈ മുണ്ടക്കയിലുമൊക്കെ തന്നെ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ നിരവധി ആളുകൾ ഇന്നലെ ഉച്ചയോടുകൂടിയും ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയും അവിടെ നിന്ന് മാറി താമസിച്ചെങ്കിലും നിരവധി ആളുകൾ അവിടെ തന്നെ തുടരുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത നിരവധി മൃതദേഹങ്ങളുണ്ട്, വിവിധ ആശുപത്രികളിലായിട്ടുണ്ട്. ഉറ്റവർ എവിടെയാണെന്നറിയാത്ത നിരവധി ആളുകൾ ഈ വയനാട്ടിലും ഈ മേപ്പാടിയിലും അതോടൊപ്പം തന്നെ മറ്റ് സമീപ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ബന്ധുക്കളെ തേടിക്കൊണ്ട്, ഉറ്റവരെ തേടിക്കൊണ്ട് നടക്കുന്നുമുണ്ട്. വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഈ വൈകുന്നേരമാകുമ്പോഴേക്കും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായി എന്ന് തന്നെ മനസ്സിലാക്കാം.